പൊതുവിപണിയിലെ തക്കാളി വില കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ആന്ധ്രയിൽ നിന്നും 10 ടൺ തക്കാളി തിരുവനന്തപുരത്ത് എത്തിച്ചു. എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഹോർട്ടികോപ്പ് വഴി വിതരണം ചെയ്യും. 48 രൂപയ്ക്കാണ് വിൽപ്പന നടത്തുക. എസ് ശരണാണ് ചേരുന്നത്. ശരൺ, മറ്റ് പച്ചക്കറികളുടെ കാര്യത്തിൽ സർക്കാർ ഇടപെടൽ ഒരു പരിധിവരെ വരാൻ കണ്ടിരുന്നു. തക്കാളിയാണ് പിടികിട്ടാതിരുന്നത്. ഏതായാലും പുതിയ ഉദ്യമത്തോടുകൂടി എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഗോപീഷൻ, ഞാൻ നിൽക്കുന്നത് ആനയറ വേൾഡ് മാർക്കറ്റിലാണ്. നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അല്പസമയം മുമ്പാണ് ആന്ധ്രയിലെ കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ച തക്കാളി ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. 10 ടൺ തക്കാളിയാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. നേരത്തെ ഗോപീഷൻ സൂചിപ്പിച്ച പോലെ തന്നെ പൊതുവിപണിയിൽ പച്ചക്കറി വില കുറയാത്ത സാഹചര്യമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലനിന്നിരുന്നത്. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ ഇതര സംസ്ഥാനങ്ങളിലെ കർഷകരിൽ നിന്നും നേരിട്ട് പച്ചക്കറി സംഭരിച്ച് ഇവിടേക്ക് എത്തിക്കാനുള്ള ഇടപെടൽ കൃഷിവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്നും ഇത്തരത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ ആന്ധ്രയിലെ കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ച തക്കാളിയും ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും തക്കാളി ഇത്തരത്തിൽ എത്തിക്കുമ്പോൾ 48 രൂപയ്ക്ക് ഇത് വിൽപ്പന നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് പുതുവത്സര വിപണി അത് ഈ വിലക്കയറ്റത്തെ തുടർന്ന് സജീവമാകാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ പുതുവത്സര വിപണി സജീവമാക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിൽ കൂടുതൽ പച്ചക്കറികൾ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ഏതായാലും തക്കാളി വണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സർ, ഇതിപ്പോ എങ്ങനെയാണ് സർ, ഏത് രീതിയിലുള്ള ഇടപെടലാണ് ഇതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ഒരു മാസത്തിലേറെ കാലമായി കൃഷിവകുപ്പും ഹോർട്ടികോർപ്പും VAPCയും കേരളത്തിലെ അനിയന്ത്രിതമായ പച്ചക്കറി വില വർധന തടയുന്നതിന് വേണ്ടി ഇടപെടുന്നുണ്ട്. അതിന്റെ ഭാഗമായി നമ്മൾ പല മേഖലകളായിട്ട് തിരിഞ്ഞ് തിരുനെൽവേലി ഭാഗത്തു നിന്ന് തെക്കൻ കേരളത്തിലേക്ക് തിരുനെൽവേലി ഭാഗത്തു നിന്നും വടക്കൻ കേരളത്തിലേക്ക് മൈസൂർ പോലുള്ള പ്രദേശങ്ങളിൽ നിന്നും ഇപ്പൊ തെങ്കാശിയിലുള്ള കർഷകരുമായിട്ട് നമ്മൾ നേരിട്ട് ഇത് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് അങ്ങനെയും അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് ആന്ധ്രയിൽ നിന്നുള്ള കർഷകരിൽ നിന്നുള്ള തക്കാളിയാണ് ഇപ്പോൾ 10 ടൺ ആദ്യ തുടക്കം എന്നുള്ള നിലയ്ക്ക് 10 ടൺ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ എറണാകുളം വരെയുള്ള ജില്ലകളിലേക്കുള്ള വിപണനത്തിന് ഇന്ന് തന്നെ നമ്മുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ കൃഷിവകുപ്പിന്റെ മൊത്തത്തിൽ 1562 ഓണം ക്രിസ്മസ് നവവത്സര വിപണികളാണ് ഇപ്പോൾ വിലക്കയറ്റം നേരിടുന്നതിന് പിന്നെ ചെയ്യുന്നത്. അപ്പോൾ അത് സാധാരണഗതിയിൽ ക്രിസ്മസിന് നമുക്ക് പച്ചക്കറി വിപണിയിൽ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ല. ഓണത്തിനും വിഷുവിനും ഉണ്ടാകാറില്ല. ഇപ്പൊ ഈ വിലക്കയറ്റം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ തരത്തിലുള്ളൊരു നടപടി. പുതുവത്സര വിപണി സജീവമാക്കുക എന്നാണ് വിലക്കയറ്റം പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. ഇതിലൂടെ എത്ര ദിവസത്തിനുള്ളിൽ ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? സ്വാഭാവികമായും നമ്മുടെ വിപണി ഇടപെടൽ എന്ന് പറയുന്നത് വളരെ അത്ര പൂർണ്ണമായും പച്ചക്കറി വിപണിയിൽ ഇടപെടാൻ കൃഷിവകുപ്പിനോ സർക്കാരിനോ സാധിക്കില്ല. നമ്മൾ മാവേലി സ്റ്റോറിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ ചുരുക്കം മാവേലി സ്റ്റോറുകൾ കൊണ്ടാണ് നമുക്ക് വിപണിയിലെ പൊതുവിപണിയിലെ വില അത് തന്നെയാണ് ആ ഒരു തരത്തിലുള്ള ഒരു ഇടപെടലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പം നമുക്ക് നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തുടക്കത്തിൽ 130 രൂപ വരെ ഉണ്ടായിരുന്ന തക്കാളിക്കൊക്കെ ഇപ്പോൾ 65 രൂപ 80 രൂപ വരെ മാർക്കറ്റിൽ വിലയായിരുന്നു. നമ്മളിപ്പോൾ 48 രൂപയ്ക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ആ തരക്ക് ഗവൺമെന്റ് ഒരു ഇടപെടൽ വരുന്നതുകൊണ്ടാണ്. ആദ്യഘട്ടത്തിൽ വലിയ ഇടപെടൽ നടത്തിയിരുന്നതാണ് തക്കാളി ഓർഡർക്ക് ഇവിടേക്ക് എത്തിച്ചേർന്നത്. പക്ഷേ എങ്കിലും വലിയ ഒരു കുറവ് വരുന്നില്ല എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും അത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ഹോർട്ടികോർപ്പിന്റെ കാര്യം പറഞ്ഞാൽ ഹോർട്ടികോർപ്പിന് 129 ഔട്ട്ലെറ്റുകൾ 250 ഫ്രാഞ്ചൈസികളുമാണുള്ളത്. അതിലൂടെയുള്ള ഇടപെടൽ എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പൊതുവിപണിയിൽ ഒരു കൺട്രോൾ വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ എണ്ണം കൂട്ടി 1562 വിപണികളാണ് കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോർട്ടികോർപ്പിന്റെ VAPCയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ 34 തക്കാളി വണ്ടി ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അങ്ങനെ ചെയ്യുന്നു. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു വ്യത്യാസം കസ്റ്റമേഴ്സിനുണ്ടാവും. ഏതായാലും ഇത്തരത്തിലുള്ള ഇടപെടലിലൂടെ തന്നെ പൊതുവിപണിയിലെ വില കുറയ്ക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഹോർട്ടികോർപ്പും കൃഷിവകുപ്പും എല്ലാം ഉള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ആഴ്ചയിൽ തന്നെ കൂടുതൽ ലോഡ് ഇവിടേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് ആന്ധ്രയിൽ നിന്ന് കൂടുതൽ ലോഡ് വരും ദിവസങ്ങളിലേക്ക് ഇവിടെ എത്തുകയും ചെയ്യും. നിലവിൽ 10 ടൺ തക്കാളിയാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ കൂടുതൽ ലോഡ് ഇവിടേക്ക് എത്തിച്ചതായിരുന്നു. പ്രത്യേകിച്ച് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ചാണ് തക്കാളി അടക്കം ഇവിടേക്ക് എത്തിച്ചിരുന്നത്. എന്നാൽ ഈ വിലയിൽ വലിയ മാറ്റം ഉണ്ടാകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് പൊതുവിപണിയിൽ ഈ പച്ചക്കറി വില ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കൂടുതൽ കാര്യക്ഷമമായ ഇടപെടൽ ഇപ്പോൾ കൃഷിവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിലൂടെ പുതുവത്സര വിപണി സജീവമാകുമെന്ന പ്രതീക്ഷ കൂടിയാണ് കൃഷിവകുപ്പ് പങ്കുവയ്ക്കുന്നത്. ശരി.